السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. وما توفيقي إلا بالله عليه توكلت وإليه أنيب. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي كل ثقيلتي أدركني يا رسول الله يا حبيب الله. ബഹുമാനമുള്ള സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഒരു സ്വാലിഹത്തായ സ്ത്രീ അഥവാ ഒരു മാതൃക വനിതയായ ഒരു ഭാര്യ, ഇങ്ങനെയുള്ള വിശേഷണങ്ങൾക്കൊക്കെ അർഹയായ സ്വർഗത്തിലെ ഹുറുല്ലീങ്ങളിൽപ്പെട്ട ഒരു പെണ്ണ് മദീനത്ത് ജീവിച്ചിരിക്കുന്നുണ്ട് എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു പെണ്ണിൻ്റെ കഥയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ പറയുന്നത്. ഇതിൻ്റെ അവസാന ഭാഗം വരെയും പ്രിയപ്പെട്ട പ്രേക്ഷകർ വളരെ ശ്രദ്ധയോടെ കേൾക്കണമെന്ന് വിനയത്തോടെ ആവശ്യപ്പെടുകയാണ്. പ്രിയപ്പെട്ടവരെ, ഒരു വീടിൻ്റെ വിളക്ക് എന്ന് പറയുന്നത് സ്ത്രീയാണ്. നമ്മൾ ആ ചരിത്രത്തിലേക്ക് കടക്കുന്നതിൻ്റെ തൊട്ടു മുമ്പ് ഒരു ചെറിയ ഒരു സന്ദേശം മാത്രം പറഞ്ഞ് നമ്മൾ ആ ചരിത്രത്തിലേക്ക് കടക്കാം. സ്ത്രീ വളരെ സ്ഥാനമുള്ള ഒരു സമൂഹമാണ്. അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു, അദ്ദുന്യ മതാ വ ഖൈറു മതാഇഹ അൽ മർഅതു സ്വാലിഹ. ദുന്യാവ് മുഴുവനും വിഭവങ്ങളാണ്, വിഭവസമൃദ്ധമാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആകർഷിക്കുന്ന, നമുക്ക് താല്പര്യം തോന്നുന്ന എല്ലാം ആണ് ദുന്യാവ്. പക്ഷേ അതിൽ വെച്ചിട്ട് ഏറ്റവും നല്ല വിഭവം സ്വാലിഹത്തായ സ്ത്രീയാണ് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ട്. അപ്പോൾ ആ സ്വാലിഹത്തായ സ്ത്രീ ഒരാൾക്ക് ഉണ്ടാവുക, സ്വാലിഹത്തായ സ്ത്രീ ഒരാളുടെ ഭാര്യയാവുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു അനുഗ്രഹമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു, മാ തറക്തു ബഅദി ഫിത്നതും ഹിയ അളറു അല റിജാലി മിനൻ നിസാ. എൻ്റെ ശേഷം ഉണ്ടാകാൻ പോകുന്ന ഫിത്നകളിൽ വെച്ചിട്ട് ഏറ്റവും വലിയ ഫിത്ന അത് കുടുംബ വിഷയങ്ങളിലുള്ള പ്രശ്നങ്ങളായിരിക്കുമെന്നാണ്. ഭാര്യയും ഭർത്താവും തമ്മിലുണ്ടാകുന്ന പ്രശ്നങ്ങളുടെ ഭാഗമായിട്ടുള്ളതാവും. പക്ഷേ ഇവിടെ അള്ളാഹിൻ്റെ റസൂല് പറഞ്ഞ ആദ്യത്തെ ഹദീസ്, ദുനിയാവിലെ ഏറ്റവും നല്ല വിഭവം സ്വാലിഹത്തായ സ്ത്രീയാണ് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു. ഇനി നമുക്ക് ആ ചരിത്രത്തിലേക്ക് കടക്കാം. എന്താണ് സംഭവം? അബൂ തൽഹത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹു വലിയ മഹാനായ സ്വഹാബി വര്യനാണ്. ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ അറിയപ്പെട്ട വലിയ മഹാനാണ്. റസൂലുള്ളാഹി തങ്ങൾക്ക് ഇഷ്ടമുണ്ടായിരുന്ന ബൈറുഹാ തോട്ടം വിശുദ്ധമായ ഖുർആനിൻ്റെ ആയത്തിറങ്ങിയപ്പോൾ ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖു മിമ്മാ തുഹിബ്ബൂൻ. നിങ്ങൾക്കിഷ്ടമുള്ളത് ധർമ്മം കൊടുക്കുന്നത് വരെ നിങ്ങൾ നന്മ എത്തിക്കുകയില്ല എന്നുള്ള ആയത്ത് ഇറങ്ങിയപ്പോൾ എൻ്റെ ഈ ബൈറുഹായിൻ്റെ വിഷയത്തിലാണോ ഈ ആയത്തിറങ്ങിയത് എന്ന് ഞാൻ സംശയിച്ചു പോവുകയാണ് എന്ന് പറഞ്ഞ് ആ ബൈറുഹായ് തോട്ടം ദീനിന് വേണ്ടി, ഇസ്ലാമിന് വേണ്ടി സംഭാവന ചെയ്യാൻ തയ്യാറായ ഒരു മഹാനാണ് അബൂ തൽഹത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹു. അള്ളാഹു സ്വർഗത്തിൽ കാണാൻ തൗഫീഖ് നൽകട്ടെ.
അവരെ നമ്മൾ പറയുന്നത് കൊണ്ട് നമ്മുടെ എല്ലാ ദോഷങ്ങളും വിട്ടു പുറത്ത് മാപ്പാക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ആ അബൂ തല്ല റളിയല്ലാഹു അൻഹു വീട്ടിൽ നിന്ന് പുറത്തു പോകുമ്പോൾ തൻ്റെ മകൻ രോഗിയായി കിടക്കുകയാണ്. അങ്ങനെ അദ്ദേഹം പോയ സമയത്ത് മകൻ മരണപ്പെട്ടു. സ്വാഭാവികമായും ഭാര്യ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഏകദേശം അതിൻ്റെ മറ്റു പരിചരണങ്ങളൊക്കെ നടത്തി. ഭർത്താവിനെ പ്രതീക്ഷിച്ചു കൊണ്ട് നിന്നു. പിന്നെ ഭർത്താവ് വന്നു. ഭർത്താവ് മടങ്ങി വന്നപ്പോൾ ചോദിച്ചു, എൻ്റെ മകൻ എന്തേ, മകൻ്റെ കാര്യം എന്തേ? അപ്പോൾ മുസ്ലിം റളിയല്ലാഹു അൻഹു ആണ് ഈ ഭാര്യ. അബൂ തല്ല റളിയല്ലാഹുവിൻ്റെ ഭാര്യൻ്റെ പേര് മുസ്ലിമാണ്. അവർ പറഞ്ഞു അവർ കിടക്കുന്നുണ്ട് പറഞ്ഞു, ആ മകൻ അവിടെ ഉണ്ട് പറഞ്ഞു. അങ്ങനെ മഹാനായ അബൂ തല്ല റളിയല്ലാഹു അൻഹുവിനോട് ഈ ഭാര്യ കാണിക്കേണ്ട എല്ലാ മര്യാദകളും കാണിച്ചു. ഒരു യാത്രയിൽ നിന്ന് തൻ്റെ ഭർത്താവ് വരുമ്പോൾ ആ ഭർത്താവിനെ സന്തോഷിപ്പിക്കാൻ പറ്റുന്ന എല്ലാം കൊടുത്തു. ഭക്ഷണം കൊടുത്തു, ഭർത്താവുമായിട്ടുള്ള ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് വളരെ സന്തോഷവാനായി മഹാനായ അബൂ തല്ല നിൽക്കുമ്പോൾ ഭാര്യ ചോദിച്ചു, പ്രിയപ്പെട്ട ഭർത്താവേ, ഒരു കാര്യം ഞാൻ അങ്ങോട്ട് ചോദിക്കട്ടെ. നമ്മുടെ അയൽപക്കക്കാരൻ നമ്മളൊരു സാധനം ഏൽപ്പിച്ചു, പിന്നീട് അദ്ദേഹം കുറച്ച് കഴിഞ്ഞിട്ട് തിരിച്ചു തരണമെന്ന് പറഞ്ഞാൽ അത് തിരിച്ചു കൊടുക്കണ്ടേ? കൊടുക്കണം. ഭർത്താവ് പറഞ്ഞു കൊടുക്കണം. എന്നാൽ അതുപോലെയാണ് നമ്മുടെ മക്കൾ. അള്ളാഹു നൽകിയ അനുഗ്രഹമാണ്. മക്കൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ആഗ്രഹിച്ചിട്ട് കിട്ടിയതല്ല, അല്ലെങ്കിൽ അള്ളാഹ് നമ്മളെ സ്നേഹിച്ചതുകൊണ്ട് തന്നതുമല്ല. അള്ളാഹ് നമ്മൾക്ക് തരാൻ ഉദ്ദേശിച്ചു. ചിലപ്പോൾ എത്രയോ സ്വാലിഹായ ആളുകൾക്ക് കൊടുത്തിട്ടുണ്ടാവില്ല, ചിലപ്പോൾ കുറ്റം ചെയ്ത ആളുകൾക്ക് കൊടുത്തിട്ടുണ്ടാവും, നല്ലവർക്കും കൊടുത്തിട്ടുണ്ടാവും, കുറ്റം ചെയ്തവർക്കും കൊടുത്തിട്ടുണ്ടാവും, എല്ലാവർക്കും കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അത് മക്കളെ തന്നു, അനുഗ്രഹം തന്നു എന്നുള്ളത് കൊണ്ട് അള്ളാഹ് നമ്മളെ ഇഷ്ടപ്പെട്ടു എന്നത് അതിന് അർത്ഥമല്ല. അള്ളാഹിൻ്റെ അനുഗ്രഹം നമുക്ക് ലഭിച്ചു, അതിന് ശുക്ർ ചെയ്യുക, അത് നമ്മുടെ മേൽ ബാധ്യതയാണ്. അങ്ങനെ ഈ തൻ്റെ മകൻ മരണപ്പെട്ട വിവരം അപ്പോഴാണ് അബൂ തല്ലയോട് ഭാര്യ പറയുന്നത്. അതുകൊണ്ട് നമ്മളെ മകൻ മരണപ്പെട്ടിട്ടുണ്ട്, അങ്ങ് വന്ന് ആ ക്ഷീണത്തിൽ തന്നെ അങ്ങേ അത് പറഞ്ഞ് അങ്ങക്കൊരു ആശ്വാസം കിട്ടിയിട്ട് എന്ന് കരുതി കാത്തിരുന്നതാണെന്ന് പറഞ്ഞു. പക്ഷേ അബൂ തല്ലക്ക് വല്ലാത്തൊരു സങ്കടമായി. അബൂ തല്ല ദേഷ്യപ്പെട്ടു. അദ്ദേഹം ദേഷ്യപ്പെട്ട് റസൂലുള്ളാഹിൻ്റെ അടുക്കൽ ചെന്നു. അള്ളാഹിൻ്റെ റസൂലിൻ്റെ അടുക്കൽ വരികയാണ്. റസൂലുള്ള വരുമ്പോൾ എൻ്റെ അടുക്കലേക്ക് അബൂ തല്ല ഇങ്ങനെ സ്പീഡിലായിട്ട് കടന്നു വരുമ്പോൾ റസൂലുള്ളാഹി തങ്ങൾക്ക് ഇതൊക്കെ മനസ്സിലായിട്ടുണ്ട്. അള്ളാഹു തആല ജിബ്രീൽ മുഖേന പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ. ആ ചെന്നേക്കിനെ അബൂ തല്ലയോട് ചോദിച്ചു, അറസ്തുമുൽ ലൈല, ഇന്നലെ നിങ്ങളും നിങ്ങളുടെ ഭാര്യയും തമ്മിൽ ശാരീരികമായി ബന്ധപ്പെട്ടില്ലേ? അതേ എന്ന് പറഞ്ഞു. റസൂലുള്ള ദുആയിരുന്നു, ബാറക്കല്ലാഹു ഫീ ലൈലത്തിക്കുമാ, ബാറക്കല്ലാഹ്, അള്ളാഹ് ബർക്കത്ത് ചെയ്യട്ടെ, ഫീ ലൈലത്തിക്കുമാ, നിങ്ങൾ ആ രാത്രിയിൽ അള്ളാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഒരുക്ക് ദുആയിരുന്നു. അങ്ങനെ റസൂലുള്ളാഹിൻ്റെ ആ ദുആയുടെ പുണ്യം കൊണ്ട് ആ ശാരീരിക ബന്ധത്തിനാൽ ഉമ്മു സുലൈം ഗർഭിണിയാവുകയാണ്. അങ്ങനെ അവിടെ കുറേ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതായത് അബൂ തല്ല ചെന്നത് ഇതാണ്, നബിയെ, എൻ്റെ ഭാര്യ എൻ്റെ മകൻ്റെ മരണവിവരം പറയാൻ ഞാൻ യാത്ര കഴിഞ്ഞ് വന്നപ്പോൾ എനിക്ക് ഭക്ഷണം തന്നു, ഞാനുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു. ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് എൻ്റെ ഭാര്യ എന്നോട് പറയുന്നത്. അതുകൊണ്ട് ആ ഭാര്യയെ ഞാനിനി കൂടെ നിർത്തണോ നബിയെ എന്നാണ് അബൂ തല്ലയുടെ ആ ചോദ്യം. അപ്പോൾ റസൂല പറഞ്ഞു, അബൂ തല്ലാനിൻ്റെ ഭാര്യ സ്വാലിഹത്തായ ഭാര്യയാണ്. സ്വർഗത്തിലെ ഊറുല്യങ്ങളിൽപ്പെട്ട ഒരു പെണ്ണ് മദീനത്തുണ്ടെന്ന് പറഞ്ഞാൽ മദീനത്ത് ജീവിച്ചിരിക്കുന്നുണ്ട്. ആ പെണ്ണ് നിൻ്റെ ഭാര്യയാണ്. അതുകൊണ്ട് കളയണ്ട, ആ ഭാര്യ നിനക്ക് സന്തോഷം പകരും. അങ്ങനെ അബൂ തല്ലക്ക് സന്തോഷമായി, വലിയ ഭാര്യയോട് വലിയ സ്നേഹം തോന്നി. അങ്ങനെ ആ ശാരീരിക ബന്ധത്തിലുണ്ടായ ഒരു കുട്ടി, ആ കുട്ടി പ്രസവിച്ചപ്പോൾ, ആ ഗർഭം പ്രസവിച്ചപ്പോൾ അബൂ തല്ല പറഞ്ഞു, നമുക്ക് ആ കുട്ടിയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ ചെന്ന് കൊണ്ട്
നബിതങ്ങളെ അടുക്കൽ കൊണ്ടുപോകാം. അങ്ങനെ റസൂലുള്ളാഹിൻ്റെ അടുക്കൽ കൊണ്ടുപോയി കുറച്ച് ഈത്തപ്പഴം കൊണ്ട് കൂടെ റസൂല ചെന്നേക്കർ ചോദിച്ചു, എന്തെങ്കിലും കൂടെ കൊടുത്തിട്ടുണ്ടോ? ഉണ്ട് നബിയെ, കാരക്കയുണ്ട്, ഈത്തപ്പഴമുണ്ട്. റസൂലുള്ളാഹി അങ്ങോട്ട് വാങ്ങി. അഖദഹൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി ഈത്തപ്പഴം വാങ്ങി. എന്നിട്ട് അത് റസൂലുള്ളാഹിൻ്റെ വായിലിട്ട് റസൂൽ അങ്ങോട്ട് ചവച്ചു. സുമ്മ അഖദഹ മിൻ ഫീഹി, എന്നിട്ട് കുട്ടിയുടെ വായിൽ അത് വെച്ചു കൊടുത്തു. ഫജഅല ഫീ ഫിയസ്സബിയ, കുട്ടിയുടെ വായിൽ ആ മധുരം അങ്ങോട്ട് വെച്ചു കൊടുത്തു. സുമ്മ അന്നക്കഹു, പിന്നെ മധുരം കൊടുത്തു കുട്ടിക്ക്. ആ ഈത്തപ്പഴം അങ്ങോട്ട് മധുരം അത് വെച്ചിട്ട് റസൂലുള്ളാഹി മധുരം കൊടുത്തു കുട്ടിക്ക്. വസമ്മാഹു അബ്ദുല്ലാഹ്, കുട്ടിക്ക് അബ്ദുല്ലാഹ് എന്ന് പേരിട്ടു. ഇതൊക്കെ ഒരു കുട്ടി ജനിച്ചാൽ ചെയ്യേണ്ട കാര്യമാണ്. ഈ ഒരു ശാരീരികമായ ബന്ധത്തിൽ ഉണ്ടായ ഒരു ഗർഭം ധരിച്ച് അതിലുണ്ടായ ഒരു കുട്ടിയുടെ കഥയാണ് ഈ പറഞ്ഞത്. ആ കുട്ടിക്ക് അബ്ദുല്ലാഹ് എന്ന് റസൂലായി തങ്ങൾ എന്നെ പേരിട്ടു. അബ്ദുല്ലാഹ് എന്നാണ് ഒരു ഏറ്റവും മഹത്വമുള്ള പേര്. അബ്ദുല്ലാഹ്, അബ്ദുറഹ്മാൻ. പിന്നെ അബ്ദ് ചേർത്തിട്ടുള്ള പേരൊക്കെ നല്ലതാണ്, മുഹമ്മദ് ചേർത്തിട്ടുള്ള പേരൊക്കെ നല്ലതാണ്. മഹാന്മാരായ സഹാബിമാർ പറയാണ്, ഈ അബ്ദുല്ലാഹ്ക്ക് 9 മക്കളുണ്ടായി. അവർ മുഴുവനും കുല്ലും കത് ഖറഉൽ ഖുർആൻ, എല്ലാവരും ഖുർആൻ ഹാഫിളുകളായി. ഇവിടെ എന്താണ് സംഭവിച്ചത് പ്രിയപ്പെട്ടവരെ? അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു യാത്ര കഴിഞ്ഞ് ആ ക്ഷീണം ഒന്ന് മാറിയിട്ടാണ് തൻ്റെ മകൻ്റെ മരണവിവരം ഉമ്മു സലീം റളിയല്ലാഹു അൻഹ പറയുന്നത്. അത് റസൂൽ സപ്പോർട്ട് ചെയ്തു. അബൂ ത്വൽഹയ്ക്കും സന്തോഷമായി, അവരുടെ ജീവിതം, കുടുംബജീവിതം വളരെ ആഹത്തായി. എന്തേ കാരണം? റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞതനുസരിച്ചു. അതാണ്. അതപ്പോൾ നല്ല ഒരു സ്വാലിഹത്തായൊരു ഒരു ഭാര്യയാകാൻ ഉമ്മു സലീം ബീബിക്ക് റളിയല്ലാഹു അൻഹയ്ക്ക് സാധിച്ചു. ഭർത്താവിനെ എങ്ങനെയൊക്കെ സ്നേഹിക്കണം, ഭർത്താവിനെ എങ്ങനെയൊക്കെ സന്തോഷിപ്പിക്കണം എന്ന് അബൂ ത്വൽഹയുടെ ഭാര്യയ്ക്ക് നന്നായി അറിയാം. അതാ റസൂല പറഞ്ഞു, ലൗ കുന്തു ആമിറൻ അഹദ, ഞാൻ ഒരാൾക്ക് മറ്റൊരാളുടെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ ഞാൻ കൽപ്പിക്കുമായിരുന്നെങ്കിൽ, അയ്യസ്തുദ ലി അഹദിൻ, ഒരാളുടെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ കൽപ്പിക്കുമായിരുന്നെങ്കിൽ, ലഅമർതുൽ മർഅത അൻ തസ്ജുദ ലി സൗജിഹാ, ഒരു പെണ്ണവളുടെ ഭർത്താവിൻ്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ ഞാൻ കൽപ്പിക്കും. അത്രയും വലിയ ബന്ധമാണ്. എന്ന് പറഞ്ഞാൽ സുജൂദ് ചെയ്യണം എന്നല്ല, അടിമകളെപ്പോലെ ആകണം എന്നൊന്നുമല്ല ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. ഈ പറഞ്ഞതിൻ്റെ അർത്ഥം ഒരു ഹദീസും കൂടെ പറയുമ്പോൾ നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അയ്യുമംറാത്തിൻ, ഏതൊരു പെണ്ണാൻ മാതത് വസൗജുഹാ അൻഹാ റാളിൻ ദഖലത്തിൽ ജന്ന, ഭർത്താവ് അവളെ തൊട്ട് തൃപ്തിയുണ്ട്, ഭർത്താവ് തൃപ്തിപ്പെട്ടിരിക്കുമ്പോൾ, ഭർത്താവിൻ്റെ തൃപ്തിയോടുകൂടി ഒരു പെണ്ണ് മരണപ്പെട്ടാൽ ആ പെണ്ണ് സ്വർഗത്തിലാണ്. അപ്പോൾ നോക്കൂ, ഈ 2 ഹദീസ് ചേർത്ത് വായിക്കുമ്പോൾ നമുക്ക് എന്ത് സന്ദേശം കിട്ടുന്നു? ഭാര്യ എന്ന് പറയുന്നത് ഭർത്താവിൻ്റെ അടിമ അല്ല. എന്നാലോ ഭാര്യയെ സ്നേഹിക്കണം, സ്നേഹിക്കുമ്പോൾ ഭാര്യ ഭർത്താവിനെ പരിഗണിക്കും. അത്രയും വലിയ ബന്ധമാണ്. ആശിറൂന്ന ബിൽ മഅറൂഫ്, നല്ല രൂപത്തിൽ നിങ്ങൾ അവരെ പരിഗണിക്കണം, പെരുമാറണം. ഹുന്ന ലിബാസുല്ലക്കും വാൻതുൽ ലിബാസുല്ലും, അവർ നിങ്ങളുടെ വസ്ത്രമാണ്, നിങ്ങൾ അവരുടെയും വസ്ത്രം. വസ്ത്രം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? നമ്മുടെ ശരീരത്തിൽ നമ്മൾ ഔറത്ത് മറക്കുന്ന നമ്മുടെ വസ്ത്രമാണല്ലോ. എന്ന പോലെ നിങ്ങൾ അവരുടെ വസ്ത്രമാണ്, അവർ നിങ്ങളുടെ അത്രയും. അത് കൊടുത്തും കൊണ്ടും മുന്നോട്ട് പോകേണ്ട ബന്ധങ്ങളാണ് ഭാര്യ ഭർത്തൃബന്ധം. അതാണ് മുസ്ലിം ബിബിക്ക് അങ്ങനത്തെ ഒരു പദവി കിട്ടിയത്. നമ്മുടെ ഉമ്മമാർ, സ്ത്രീകൾ, പുതിയ തലമുറ ഇതൊക്കെ കേൾക്കണം. പ്രിയപ്പെട്ടവരെ, ഈ ഒരു സന്ദേശം നിങ്ങളൊക്കെ കേൾക്കണം, എല്ലാവരും കേൾക്കണം. സല്ലല്ലാഹു അലാ മുഹമ്മദ്, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. നമ്മുടെ കുടുംബജീവിതത്തിലൊക്കെ അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നിങ്ങൾ മുഴുവനും ഇത് കേൾക്കണമെന്ന് വിനയത്തോട് അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും.